വെൽക്കം ടു രജാസ്. നമ്മുടെ കുർത്തിയിൽ ഇന്ന് ഒരു അടിപൊളി പാർട്ടി വെയർ ഐറ്റം ആട്ടോ. സെലിബ്രേഷൻ്റെ ഐറ്റം ആണ്. അതായത് നമ്മുടെ അൻവിതയുടെ തന്നെ പാർട്ടി വെയർ ഐറ്റംസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത് മെറ്റീരിയൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ. ഇച്ചിരി റേറ്റ് ഉള്ള ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് നമുക്ക് ഒരു മസ്ലിൻ്റെ ലുക്ക് തന്നെയാട്ടോ. മസിലിൽ തന്നെ ഹൈ ക്വാളിറ്റി റയോൺ ആഡ് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക്കാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു വർക്കാട്ടോ, രക്ഷയില്ല, ഭയങ്കര രസമാണ്. നമ്മൾ മുഖത്തിന് ഭയങ്കര എടുപ്പ് കിട്ടുന്നൊരു ഡിസൈനാട്ടോ. ചെറിയ ലൈൻ പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഹാൻഡ് വർക്കും വരും. മെറ്റീരിയൽ ആട്ടോ മെയിനായിട്ട് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. മസ്ലിൻ പോലെ തന്നെ ആ ഒരു മസ്ലിൻ്റെ ഫിനിഷ് മേലിൽ കൊടുത്തിട്ട് മെറ്റീരിയൽ റയോണിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. കയ്യിലാണെങ്കിലും ചെറുതായിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടം കൊടുത്തേക്കുന്നതും ആ ഒരു സിൽക്കി ഫിനിഷാണ്. നമ്മുടെ സാൻഡൂണിൻ്റെ തന്നെ സിൽക്കി ഫിനിഷുള്ള ഫാബ്രിക്കിലാണ് ബോട്ടം വന്നേക്കുന്നത്. ഒരു ചെറിയ ഒരു സെമി പലാസോ എന്ന് പറയുന്ന രീതിയിലാണ് ബോട്ടം വന്നേക്കുന്നത്. ടോപ്പ് ബോട്ടം മാത്രമായിട്ടോ. ഇത് ദുപ്പട്ടയില്ല, കാരണം ഇതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെ കിട്ടണമെങ്കിൽ ടോപ്പ് ബോട്ടം മാത്രമായിട്ടാണ് ഇടേണ്ടത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ് അങ്ങനെ തോന്നുന്നു. ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ സൈസ് ഉണ്ടോ നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത്. നിങ്ങൾ ഫോട്ടോ ഏതെടുക്കുന്നോ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ നമ്പറിലോട്ട് അവൈലബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതാണോ ഫോട്ടോ അയക്കുന്നത് അതിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മീഡിയം വേണ്ടവരാണെങ്കിൽ M എന്ന് എഴുതിയേക്കുന്ന പോർഷനിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഡബിൾ എക്സിൽ വേണമെങ്കിൽ ഡബിൾ എക്സിൽ എന്ന് എഴുതിയേക്കുന്ന പോർഷനിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ല തിക്ക് ഫാബ്രിക് ആട്ടോ. കണ്ടു കഴിഞ്ഞാൽ ലൈനിങ് ഇട്ട് ചെയ്ത പോലെ അത്രയും തിക്കായിട്ടുള്ള മെറ്റീരിയൽ. വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മുടെ അൻവിത വരുന്നവർ തന്നെ ഇവിടെ ഫുൾ കവേർഡായിട്ട് ഭയങ്കര കംഫർട്ടാണ്. എനിക്കിതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മതിയാകുന്നില്ല. അത്രയും സുഖമായിട്ടോ ഇത് ഇടാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ശരിക്കും നമുക്ക് അത്രയും ഹെവി ഫീലാണ്. ശരിക്കും ഞാൻ ഓർത്തു ഇത് ലൈനിങ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇത് ഇട്ടപ്പോഴും ഒക്കെ വിചാരിച്ചത്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മേളിലാണ് ആ ഒരു മസ്ലിൻ ഫിനിഷും ബാക്ക് സൈഡിലോട്ട് തിക്കായിട്ടുള്ള റയോണിൻ്റെ ഇതുമാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല കട്ടിയിലാട്ടോ മെറ്റീരിയൽ വന്നേക്കുന്നത്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണെന്നോ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. അടിപൊളി ഫാബ്രിക്കാണ്. അപ്പോൾ ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. ഇതാണല്ലേ സെമി പലാസോ രീതിയിൽ. അപ്പോൾ ഇതിന് ഇൻവിസിബിൾ സിബൊക്കെ കൊടുത്തിട്ട് നോർമലി അൻവിതേ വരുന്നവർ തന്നെ ആ ഒരു വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ബോട്ടം കൊടുത്തേക്കുന്നത്. കളറും അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. വ്യത്യാസമുണ്ടോ? നല്ല കളറാട്ടോ. പിന്നെ നമ്പർ AD 844, റേറ്റ് 1860 ആണ്. 1860.